മുഹമ്മദ് അലി അമേരിക്കയിൽ വെച്ച് മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നലെയായിരുന്നു മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ്. എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 18 വയസ്സുകാരൻ അഴിഞ്ഞാടുന്നതാണ് സത്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത്. ക്വാളിഫയിങ് സെഷൻസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് ഈ ഗ്രാൻഡ് പ്രിക്സും കിമി ആന്റണി തന്നെയാണെന്നുള്ളത്. പക്ഷേ ഒരു ചെറിയ വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നതിന് കാരണം ചെക്കൻ്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ആയിരുന്നു. 2025 15th പൊസിഷനിൽ ക്വാളിഫൈ ചെയ്ത കിമി റേസ് ഫിനിഷ് ചെയ്തത് 18th പൊസിഷനിലാണ്. പക്ഷേ കിമി ഡിഡ് വെൽ ടു റീച്ച് ദിസ് പോഡിയം. സോ ക്വാളിഫയിങ് സെഷൻസിൽ ഞാൻ കരുതിയത് ദിസ് ഇസ് ജസ്റ്റ് അനദർ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്കും അറിയാം, സ്ട്രീറ്റ് സർക്യൂട്ട് ആയതുകൊണ്ട് അധികം ഓവർടേക്കിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഓവർടേക്കിംഗ് നടക്കാതെ തന്നെ പല കാര്യങ്ങളും സംഭവിച്ചെന്ന് പറയാം. ലിസ്റ്റായിട്ട് പറയാൻ വേണമെങ്കിൽ 7 കാറുകൾ DNF ആയി, അതായത് 7 കാറുകൾ ഡു നോട്ട് ഫിനിഷ്ഡ്, 10ൽ കൂടുതൽ റേസ് പെനാൽറ്റീസ്, പിറ്റ് ലൈൻ സ്പീഡ് എക്സീഡിങ് കോൺട്രവേഴ്സീസ്, അതിൻ്റെ ഒപ്പം റെഡ് ഫ്ലാഗും പിന്നെ കുറെ മെക്കാനിക്കൽ ഫെയിലിയേഴ്സും. സോ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ റേസ് ഒഴികെ ബാക്കി എല്ലാം നടന്നു എന്ന് പറയാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. സോ ടീം വൈസ് പറയുവാണെങ്കിൽ ആദ്യം മെഴ്സിഡസിന്റെ കാര്യത്തിലോട്ട് പോവാം. സോ നേരത്തെ പറഞ്ഞതുപോലെ ഈ റേസിലെ പ്രധാന താരം കിമി തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രകടനം വെച്ച് നോക്കിയാൽ ഒരു ജനറേഷണൽ ഇംപ്രൂവ്മെന്റ് തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ട്രാക്കിലോട്ട്. ഫ്രൈഡേ നടന്ന പ്രാക്ടീസ് സെക്ഷൻസിൽ കിമിയും റസലും അത്ര പവർഫുൾ ആയിരുന്നല്ലോ. ഫെറാറിയുടെ കംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് നമ്മൾ കണ്ടത്. ബട്ട് സം ഹൗ മെഴ്സിഡസ് റേസ് എഞ്ചിനീയേഴ്സ് ഡിഡ് ദ മിറാക്കിൾ ഇൻ എ സിംഗിൾ നൈറ്റ് ഫോർ കിമി ആന്റണി. ആൻഡ് അതിൻ്റെ റിസൾട്ട് ആയിരുന്നു കിമിയുടെ സാറ്റർഡേയുള്ള ക്വാളിഫയിങ് സെഷൻസിലെ ഡൊമിനൻസ്. ആൻഡ് അതേ ഡൊമിനൻസ് റേസിലോട്ടും കൊണ്ടുവരാൻ കിമിക്ക് സാധിച്ചു. അതും ലെജൻഡറി ഡ്രൈവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പിഴവ് പോലും വരുത്താതെ 19ാമത്തെ വയസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജനറേഷണൽ ടാലന്റിനെയാണ്. സത്യമാണ്, ഇറ്റ്സ് സോ ട്രൂ. അതേസമയം കോ ഡ്രൈവർ ആയിട്ടുള്ള റസലിന്റെ മെഴ്സിഡസ് ഭാവി വളരെ അവതാളത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിഫയിങ് സെഷൻസിൽ P6 ആയിട്ടാണ് ആശാൻ ഫിനിഷ് ചെയ്തത്. റസലിന് മുൻപിലുണ്ടായിരുന്ന ലെക്ലർക്കും വെസ്റ്റാപ്പനും ഔട്ടായിട്ട് വരെ P13 റേസിൽ ഇദ്ദേഹം ഫിനിഷ് ആയത്. അതിൽ റസലിന്റെ മാത്രം മിസ്റ്റേക്ക് അല്ല കേട്ടോ, കാരണം ഫുൾ മെഴ്സിഡസ് ടീം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. മെഴ്സിഡസിന്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സും പിറ്റ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് റസലിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നതായിട്ട് വേണം പറയാം. പിറ്റ് സ്റ്റോപ്പിൽ ഒരു ബ്ലണ്ടർ നടന്നത് റസൽ ഇടയ്ക്ക് റേഡിയോയിൽ പറഞ്ഞപ്പോൾ അത് സത്യത്തിൽ ടോട്ടോ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൽ നിന്നും മനസ്സിലാക്കാം റസൽ ഈസ് നോട്ട് എനി മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ ടീം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം എനിക്കും തോന്നിയത് റസലിന്റെ മെഴ്സിഡസ് ജീവിതം എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ റേസിലെ ജെനുവിൻ ഓവർടേക്സിനേക്കാളും കൂടുതൽ പിറ്റ് ലൈൻ സ്പീഡ് പെനാൽറ്റീസ് ആയിരുന്നതാണ്. ലൂയിസ് ഹാമിൽട്ടനും ജോർജ് റസലിനും ഓസ്കാർ പിയാസ്ട്രിക്കും കൊളാപ്പിൻറ്റോ, പിയസ് ഗാസ്ലി എന്നിവരാണ് കിട്ടിയേക്കുന്ന ചിലർ ഈ റേസ് പെനാൽറ്റീസ്. ഇതിപ്പോൾ എക്സാക്ട്ലി എന്താ റീസൺ നമുക്കും അറിയത്തില്ല. ഒരുപക്ഷെ FIA എക്യുപ്മെന്റ്സിന്റെ ഇറർ ആവാനും ചാൻസ് ഉണ്ട്. ഇതിന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ਦੇਖੋ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സിലെ പിറ്റ് സ്റ്റോപ്പ് പെനാൽറ്റീസിന്റെ കൗണ്ട് ടോട്ടൽ 6 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് ഒഴിവാക്കി ബാക്കി 2026 സീസണിലെ റേസുകൾ എല്ലാം കൂടെ നോക്കിയാലും പിറ്റ് സ്റ്റോപ്പ് പെനാൽറ്റി വട്ടപ്പൂജ്യമാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആ ഒരു പിറ്റ് ലൈൻ സ്പീഡിംഗ് ഉണ്ടല്ലോ, അതിനൊരു 5 സെക്കൻഡ് പെനാൽറ്റി റസലിന് കിട്ടി. അത് കിട്ടിയതിന് ശേഷം റസല് എന്താ പറയുക, പിറ്റ് സ്റ്റോപ്പിൽ പോയപ്പോൾ ആക്ച്വൽ റൂൾ അനുസരിച്ച് വണ്ടി വന്നതിന് ശേഷം ആദ്യത്തെ 5 സെക്കൻഡ് ഈ വണ്ടിയിൽ പിറ്റ് സ്റ്റോപ്പിലുള്ളവർ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ 5 മിനിറ്റ് അല്ല 5 സെക്കൻഡ് ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ 5 സെക്കൻഡ് പെനാൽറ്റി സെർവ് ചെയ്യുന്നത്. പക്ഷേ 5 സെക്കൻഡ് അല്ല, 1 സെക്കൻഡ് പോലും ആവുന്നതിന് മുമ്പ് പിറ്റ് ലൈനിൽ ഉണ്ടായിരുന്നവർ റസലിന്റെ വണ്ടിയിൽ തൊടുകയും അങ്ങനെ എക്സ്ട്രാ പെനാൽറ്റി സത്യം പറഞ്ഞ റസലിന് കിട്ടുകയും ചെയ്തു. സോ ഇത് ഏറ്റവും വലിയ ബ്ലണ്ടറാണ് മെഴ്സിഡസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്ന് എന്താ പറയുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് പറയാനായിട്ട് റേസിന്റെ ഇടയ്ക്ക് തന്നെ റസൽ പുറത്തോട്ടൊന്ന് പറയാൻ നോക്കിയിട്ട് അതുവരെ റെസ്ട്രിക്ട് ചെയ്യുമായിരുന്നു ടോട്ടോ. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. മെഴ്സിഡസ് കഴിഞ്ഞ് റെഡ് ബുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടത് മാക്സ് വെർസ്റ്റാപ്പന്റെ അവസ്ഥയാണ്. ഫോർമേഷൻ ലാബ് തൊട്ട് തന്നെ ആശാൻ പവർ യൂണിറ്റിന്റെ ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെർസ്റ്റാപ്പിനെ കാര്യമായിട്ട് ഈ റേസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലായത്. അത് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. പക്ഷെ റേസിന് പോലും കൊള്ളാത്ത അവസ്ഥയിലുള്ള ഒരു വണ്ടിയാണ് പുള്ളിക്ക് കൊടുത്തതെന്നും റേസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് വെർസ്റ്റാപ്പിന്റെ ഈ റേസ് പോകുന്നതെന്നും അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. കോ ഡ്രൈവറായിട്ടുള്ള ഐസക് ഹാഡ്ജർ പോഡിയം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വഴിയെ പറയാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മെക്ലാരൻ്റെയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡോ നോറിസ് റേസ് ഫിനിഷ് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ എഞ്ചിൻ റിലയബിലിറ്റി ഇഷ്യൂസ് ആയിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ പുള്ളി റിട്ടയർ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ബെയർമാൻ, ബോട്ടാസ് എന്നിവരും റേസ് കംപ്ലീറ്റ് ചെയ്യാതെ നിർഭാഗ്യവാന്മാരായിട്ട് പുറത്തായിട്ടുണ്ട്. ബോട്ടാസിനെ അറിയാമായിരിക്കുമല്ലോ. ബോട്ടാസ് നമ്മുടെ പഴയ മെഴ്സിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടന്റെ കോ ഡ്രൈവറാണ്.
ഈസ് എ ഗ്രേറ്റ് ഡ്രൈവർ. ഒലി ബെയർമാൻതോ ഒരു ചെറിയ പയ്യനാണ്, പുതിയ പയ്യനാണ്, ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് വലിയ നഷ്ടമൊന്നുമായിട്ട് തോന്നുന്നില്ല. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ സന്തോഷമുള്ളത് 44-ാമത്തെ വയസ്സിൽ ഫെർണാണ്ടോ അലോൺസോ ആസ്റ്റോൺ മാർട്ടിന് വേണ്ടി 1 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഈ സീസണിലെ ആസ്റ്റോൺ മാർട്ടിൻ്റെ ആദ്യത്തെ പോയിന്റ് കൂടിയാണിത്. സോ ആസ്റ്റോൺ മാർട്ടിൻ്റെ പോയിന്റ് 1 ആ 19 വയസ്സുകാരൻ ചെക്കൻ്റെ പോയിന്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നുപോയി, അതാണ് സത്യം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഫെറാറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടൻ്റെ P3 സ്റ്റാർട്ടും ഫിനിഷ് ചെയ്യുന്നത് P2ഉം ഇംപ്രസീവ് ആയിരുന്നു. ഇതോടെ മൊനാക്കോയിലെ ഏറ്റവും കൂടുതൽ പോഡിയംസ് എന്ന റെക്കോർഡ് പുള്ളി നമ്മുടെ ലെജൻഡറി ഡ്രൈവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ആറ്റൺ സെന്ന, ബ്രസീലിയൻ ഡ്രൈവറാണ്. ഇത് ഈ റീൽസിലൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ ഒരു യെല്ലോ കളറിലൊരു പഴയ ഹെൽമെറ്റ് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതേ സീൻ തന്നെ നമ്മുടെ അയൺമാനിലും ഈ ഒരു സീൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ആറ്റൺ സെന്ന. സോ ആറ്റൺ സെന്നയുടെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പോഡിയംസ് എന്ന റെക്കോർഡിന് ഈക്വൽ ആയിട്ടാണ് ഇപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ നിൽക്കുന്നത്. പിന്നെ കോ ഡ്രൈവറായിട്ടുള്ള ചാൾസ് ലെക്ലർക്കിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റേസ് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഒരു ഹോം റേസ് കേഴ്സ് എന്നത് ഒഴിയാബാധയായിട്ട് ആശാന്റെ പുറകെ ഉണ്ട്. യെല്ലോ ഫ്ലാഗ് കാണിച്ചിരുന്ന സമയത്താണ് ഈ വിദ്വാൻ വണ്ടി കൊണ്ടുപോയി മതിൽ ചാർത്തുന്നത്. അതും എനിക്ക് തോന്നുന്നു 66-ാമത്തെ ലാപ്പിലാണ്. അതും ആ സമയത്ത് P4-ലാണ് ചാൾസ് ലെക്ലർക്ക്, P4-ല് ചാൾസ് ലെക്ലർക്കും, P3-ല് ഐസക് ഹഡ്ജറും, P2-ല് ലൂയിസ് ഹാമിൽട്ടനും ആയിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് ലൂയിസ് ഹാമിൽട്ടൺ ആ ഒരു 5 സെക്കൻഡ് പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. സോ ബേസിക്കലി ആ ഒരു 5 സെക്കൻഡ് പെനാൽറ്റി കാരണം ലൂയിസ് ഹാമിൽട്ടൺ താഴത്തോട്ട് പോയിരുന്നെങ്കിൽ P2-ലോട്ട് ഐസക് ഹാഡ്ജറും P3-ലോട്ട് ലെക്ലർക്കും വന്ന് ലെക്ലർക്കിന് ആ ഒരു പോഡിയം കിട്ടിയേനെ. ബട്ട് ഹീസ് ഓൺ ലക്കി. സോ P1-ല് കിമി, P2-ല് ലൂയിസ് ഹാമിൽട്ടൺ, P3-ല് വന്നിരിക്കുന്നത് ഐസക് ഹാഡ്ജറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പുള്ളി. ബാക്കിയുള്ള മമ്പന്മാരെല്ലാം നാണം കെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം P3 എടുത്തിട്ടുണ്ട്. റെഡ് ബുള്ളിന്റെ എഞ്ചിൻ റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റസലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്ക് ഐസക് ഹഡ്ജറിന്റെ മേളിലുണ്ടായിരുന്നു. ടയർ നല്ലപോലെ ഓൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അതിമനോഹരമായിട്ടാണ് ഏകദേശം 9-10 ലാപ്പോളം ഐസക് ഹാഡ്ജർ ഡിഫെൻഡ് ചെയ്തത്. അവസാനം എന്താ പറയുക, ജോർജ് റസലിന് അണ്ടർകട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണെന്ന് ഓവർടേക്കാൻ പറ്റിയത്. സോ ചുരുക്കം പറഞ്ഞാൽ മൊനാക്കോ GPയിൽ ക്രാഷ് ആവേണ്ടവരെല്ലാം ക്രാഷ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ P1, P2, P3-ലോട്ട് എത്തി. അതിൻ്റെ അർത്ഥം ഞാൻ ഇതിനു മുൻപുള്ള ഒരു മൊനാക്കോ സർക്യൂട്ടിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞു കൂട്ട് സ്ട്രീറ്റ് സർക്യൂട്ടിൽ ഓവർടേക്കിംഗ് നടക്കാറില്ല, ഇവിടെയും നടന്നില്ല അധികം. പകരം ക്രാഷ് നടക്കും. ക്രാഷ് നടന്ന് ബാക്കി വരുന്നവർ റേസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ആദ്യമുള്ളവർ പോഡിയം എടുക്കുകയും ചെയ്യും. സോ ഇതോടുകൂടെ മൊനാക്കോ ഗ്രാൻഡ് പ്രിക്സിന്റെ എൻ്റെ പെർസ്പെക്റ്റീവും റേസിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അവലോകനവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സിന് വേണ്ടി എൻ്റെ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.